ശുഭനായർലോവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പായ്ക്കാണ് ഇടാൻ പോകുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ല ഒരു പായ്ക്കൊക്കെ ഇട്ടിട്ട്, പായ്ക്കൊക്കെ ഇടയ്ക്ക് ഇട്ടില്ലെങ്കിലും ഡെഡ് സെൽസ് ഒക്കെ കയറി വരും. അപ്പോൾ നമ്മൾ ഓയിലൊന്നും തേക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയ എന്താ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഓയിൽ തേക്കുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റനിങ് പായ്ക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. കാരണം നമ്മുടെ മുഖ സൗന്ദര്യത്തെ കൂട്ടാനും മുഖത്തിന് നല്ലൊരു മോയ്സ്ചർ നൽകുന്നതുമായ ഒരു പായ്ക്കാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ബൗളെടുക്കാം. നമുക്ക് കുറച്ച് ധൃതിയുണ്ട് ഇന്ന്. ആ ബൗളിലേക്ക് നമുക്ക് നന്നായിട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ അടുക്കളയിൽ തന്നെ എപ്പോഴുമുള്ള നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫേസിന് ആവശ്യമായ ഗോതമ്പ് പൊടി ഇതായിട്ട് കൊടുക്കണം കേട്ടോ. ഇതപ്പം ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എന്താണെന്നറിയാവോ, പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. തേൻ എന്തിനാ ചേർക്കുന്നത് വെച്ചാൽ നല്ലൊരു മോയ്സ്ചർ കിട്ടാനാണ്. പാല് നമുക്കറിയാലോ, പാലിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഫേസിലെ ഏറ്റവും നല്ല നമ്മുടെ ഫേസിനെ നല്ല മോയ്സ്ചറാക്കി വയ്ക്കാനും നമ്മുടെ ഫേസിന് നല്ലൊരു കളർ തരാനും ബ്ലാക്ക് സ്പോട്ട്സിൽ നിന്നും ടാനിൽ നിന്നും പിന്നെ നമുക്ക് നമ്മുടെ ഫേസിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പാലും തൈരും. ഞാനത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ഇപ്പം പാലും തൈരും തേനും ഗോതമ്പ് പൊടി ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമുക്ക് ഫേസിൽ ഒരു പായ്ക്കായിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഒരു ചെറിയ മസാജും കിട്ടും. ഇതൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ മോയ്സ്ചറൈസറായിട്ട് തേനും പാലും കൂടെ ആകുമ്പോഴത്തേനും, തേനും പാലും തന്നെ ഇടാൻ പറ്റിയ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഏജിങ് കൂടെയാണ് കേട്ടോ. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിന്നിന് നല്ല കളർ വരികയും നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി വെക്കാനും നമ്മുടെ ടാനിൽ നിന്ന്, അതായത് തേനും പാലും കൂടെയുള്ള ഈ ഒരു എന്താ പറയുന്നത്, തേനും പാലും കൂടെ കൂടി ചേരുമ്പോഴത്തേനും നമ്മുടെ നല്ല ചുളിവുകൾ മാറാനും നമ്മുടെ സ്കിന്നെ നല്ല ടൈറ്റാക്കി വെക്കാനും, അതായത് നമ്മൾ ഒരു 40 വയസ്സിന് മേളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ പായ്ക്കുകളായത് കേട്ടോ. പായ്ക്കുകളെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു മസാജും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പം വെള്ളയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നമുക്ക് എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് കണ്ടോ, മുഖത്ത് നല്ലൊരു
പശയൊക്കെ തേച്ച് വെച്ചേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ മുഖത്തേക്ക് ഒരു എന്താ പറയുന്നത്, നമ്മളൊരു സാധനം ഒട്ടിച്ച് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുഖത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മുഖം ഒന്ന് നനച്ചതിന് ശേഷം മസാജ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇത് നല്ലപോലെ നമുക്ക് തുടച്ച് മാറ്റി തേച്ച് കഴുകി കളയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അലോവേര ഒന്നും പെട്ടെന്ന് തന്നെ ഓടിപ്പിടിച്ച് തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും മുഖത്തൊരു സൗന്ദര്യം വർദ്ധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും, സ്കിന്നിന് നല്ല കളർ വരും, ടാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇപ്പം മാറിക്കാണും. അപ്പോൾ നമുക്ക് ഒരു 10-15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് വരാം. കണ്ടോ, ഒരു 15-20 മിനിറ്റ് നേരമായി. ഈ ഒരു പായ്ക്ക് എന്തിനാണ് നമ്മുടെ ഫേസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ഗ്ലോ വരാൻ, കളർ വരാൻ, ഇത്തിരി ചുളിവുകളിൽ നിന്ന് രക്ഷിക്കാൻ, ചുളിവുകൾ വരാതിരിക്കാൻ, മുഖത്തിന് ഒരു സൗന്ദര്യം കിട്ടാൻ ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഒരു 10-60 വയസ്സായവരുടെയൊക്കെ കഴുത്തും ഫേസും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ നല്ല ചുളിവൊന്നും വരാതെ നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെ. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനോടൊപ്പം തന്നെ നമ്മളതിനെ റിമൂവ് ചെയ്ത് മാറ്റി നമ്മുടെ ഫേസിന് നല്ലൊരു നറിഷ്മെൻറ്റ് കൊടുത്ത് നല്ലൊരു മോയ്സ്ചറൈസിങ്, അതാണ് ഫസ്റ്റ് പറയേണ്ടത്. നമ്മുടെ സ്കിന്നിന് നനനനുപ്പുള്ള, അതായത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാൻ പറ്റിയ, അതായത് ചുളിവുകൾ വന്ന് തൂങ്ങി പോവാതെ അയഞ്ഞു തൂങ്ങുന്ന ഒരു സ്കിന്നിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഫേസ് പാക്കുകൾ നമ്മൾ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നന്നാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഓയിൽ തേച്ചാൽ നമുക്ക് നല്ല കളർ വരും, നല്ല ഗ്ലോ വരും. ഇന്നൊരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ചേച്ചിയുടെ മുഖം നിറച്ച് കരിമംഗല്യമായിരുന്നു, കരിമംഗല്യം നന്നായിട്ട് മാറിയെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നേ ഒരാളുടെ വന്നു, അതിന് മുന്നേയും ഒരാളുടെ വന്നു കേട്ടോ കരിമംഗല്യം. ആ മുന്നേ ഇട്ട ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ വന്ന് കമൻറ്റ് ഇടണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതിട്ട ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം, യൂട്യൂബിൽ വന്ന് കമൻറ്റ് ഇടുമോ എന്ന് നോക്കാം. കരിമംഗല്യം നന്നായിട്ട് മാറിയെന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായ്ക്കിട്ടതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം തേനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്, പിന്നെ പാലും, പിന്നെ ഗോതമ്പ് പൊടിയുടെ ഗുണങ്ങൾ റാഗി പോലെ തന്നെ ഗുണമുള്ള ഒരു സാധനമാണ് ഗോതമ്പ് പൊടി. അപ്പോൾ എല്ലാവരും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ, നല്ലൊരു മാറ്റം വരും സ്കിന്നിന് കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല സൂപ്പറാക്കി വെക്കുക. നമ്മൾ നമ്മുടെ മുഖത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുളിവുകൾ വരാതെ, നമ്മുടെ സ്കിന്നിനെ അയഞ്ഞ് തൂങ്ങിക്കളയാതെ ഒക്കെ നോക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. ഇന്ന് ലൈവ് ഇല്ല കേട്ടോ, നാളെ 7:30 മുതൽ നമുക്ക് ലൈവ് വരാം കേട്ടോ.